നമസ്കാരം. പുതുക്കാട് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ദിവസങ്ങളായി തുടരുന്ന അതിതീവ്ര മഴയ്ക്ക് അല്പം ആശ്വാസമെന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയിലൂടെയാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി ഈ ഒരു വാർത്ത പങ്കിടുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആശ്വാസകരമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ 3 ദിവസം ഏറ്റവും വേദന നിറഞ്ഞ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്, മലയാളി പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്തങ്ങൾ അവിടെ നിൽക്കുമ്പോൾ, ഈ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോഴും ഓരോ ആളുകളെ തിരയുന്ന നിമിഷങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിലേക്ക്, പുതുക്കാട് മേഖലയിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോഴും സ്ഥിതിവിശേഷം അത്രയേറെ ഭയാനകരമായ ഒരു അവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മണലിപ്പുഴ കര കവിഞ്ഞൊഴുകി പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ 2ാം ദിവസവും വെള്ളക്കെട്ട് തുടരുന്നു എന്ന ഒരു വാർത്തയോടുകൂടി തന്നെയാണ് ഇന്ന് ആരംഭിക്കുന്നത്. പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, തലവണിക്കര പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. 2 അടിയോളം വെള്ളം താഴ്ന്നെങ്കിലും ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പ്രദേശമാണ് ഈ പുലക്കാട്ടേരിയിലെ ഈ ഒരു പ്രദേശം. ഈ ഒരു പ്രദേശത്തെ, പ്രത്യേകിച്ച് ഈ പുലക്കാട്ടേര ഭൂരിഭാഗം കുടുംബങ്ങളും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് അവര് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 18 മണിക്കൂറോളം ഇപ്പോൾ മഴ പെയ്തിട്ടില്ല എന്നത് ഒരു ആശ്വാസമാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഒരു സന്തോഷകരമായ പ്രഭാതത്തിലാണ് നമ്മൾ കാണാൻ സാധിച്ചത്. മഴ ഇതുവരെയും അത്ര കണ്ട് പെയ്തിട്ടില്ല. അതൊരു ആശ്വാസമാണ്. ഒരു അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വൈകിട്ടോടെ ഈ പ്രദേശത്തെ വെള്ളമെല്ലാം താഴുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ പുലക്കാട്ടേരിയിലെ റോഡുകളും പറമ്പുകളിലും ഒഴുക്കൊക്കെ ശക്തമാണ് ഈ സമയത്ത്. ആ ഒരു സാഹചര്യത്തിൽ, വെള്ളം താഴുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഭാഗത്തേക്കുള്ള ആളുകൾക്കൊക്കെ മാറി താമസിക്കാൻ പറ്റും. ഒരു നിമിഷം നമ്മളൊന്ന് പുറകിലേക്ക് ചിന്തിച്ചു പോയാൽ, കാലം മാറി, കാലവർഷം മാറി എന്ന് വേണം നമ്മൾ പറയാൻ. ഈ വയനാട് ഉരുൾപൊട്ടലിൽ സവിശേഷതകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഇനിയും അതിന്റെ വ്യാപ്തി, അപകടത്തിന്റെ വ്യാപ്തിയുടെ മനസ്സിലാക്കണമെങ്കിൽ സമയമെടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. പൊതുവായി നമുക്ക് തിരിച്ചറിയപ്പെടാത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാലവർഷത്തിന്റെ രീതികളെല്ലാം മാറി എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ കാലവർഷത്തിന്റെ ക്രമവും രൂപവും എല്ലാം കൂടുതൽ പ്രവചനാതീതമായി മാറുന്നു. മുൻകാലങ്ങളിലെല്ലാം നമുക്കറിയാൻ പറ്റും, ഒരു മൺസൂണിന്റെ സമയം കൃത്യമായിട്ട് നമുക്ക് അനുമാനിക്കാം. ആ ഒരു മഴയുടെ തീവ്രത നമുക്കറിയാൻ പറ്റും. ഈ കർക്കിടകത്തിന്റെ കലിതുള്ളുന്ന കർക്കിടകം എന്നെല്ലാം പഴമക്കാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൃത്യതയുണ്ടായിരുന്നു, ഒരു വ്യക്തതയുണ്ടായിരുന്നു. ഇടകാലങ്ങളിൽ വല്ലപ്പോഴും വർഷങ്ങളിൽ മാത്രം വെള്ളപ്പൊക്കവും കാറ്റും കോളുമെല്ലാം വന്ന് നമ്മുടെ കൃഷിയും അതോടൊപ്പം തന്നെ ആളപായവും എല്ലാം ഉണ്ടാക്കാറുണ്ട്. അത് ഇപ്പോൾ കാലം മാറി, കാലവർഷം മാറി എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ കാലവർഷത്തിന്റെ ക്രമവും രൂപവും എല്ലാം കൂടുതൽ പ്രവചനാതീതമായി മാറുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന മഴയുടെ അളവ് വളരെ കൂടിയിരിക്കുകയാണ് കേരളത്തിൽ. യഥാർത്ഥത്തിൽ കേരളം തൊട്ട് മഹാരാഷ്ട്ര വരെ പശ്ചിമഘട്ട മേഖലയിലെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വർദ്ധിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ്. അതിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അപകടത്തിന്റെ അവസ്ഥയെ കുറിച്ചെല്ലാം, പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും ഈ കാലാവർഷത്തിന്റെ മാറ്റങ്ങളെ കുറിച്ചെല്ലാം ചർച്ചകൾ ധാരാളമായി ഉടലെടുക്കും എന്നതിൽ ഒരു സംശയവുമില്ല. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണത്തിന്റെ പ്രതിഫലനം എന്ന് ചൂണ്ടുവിരൽ ചൂണ്ടുമ്പോൾ അവിടേക്കെല്ലാം ചർച്ചകൾ പോകട്ടെ, അത് അവിടെ നിൽക്കട്ടെ. പുതുക്കാടിലേക്ക് തിരിച്ചു വരാം. ഈ പുതുക്കാട്, നിലവിൽ പുലക്കാട്ടുകരയിലെ റോഡുകളും പറമ്പുകളും ഒഴുക്ക് ശക്തമാണെന്ന് ആണ് ഈ പ്രദേശത്തെ നാട്ടുകാർ പറയുന്നത്. പുതുക്കാട് പഞ്ചായത്തിലെ കേളി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി ഇപ്പോഴും തുടരുകയാണ്. ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറിയ ഒരു നിലയിൽ തന്നെയാണ്. പ്രദേശത്തെ 25ഓളം വീട്ടുകാർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ആമ്പലൂർ, വടക്കുംമുറി, അതുപോലെ തന്നെ കനാൽ പരിസരം എന്നിവിടങ്ങളിലും വീടുകൾ വലിയ വെള്ളക്കെട്ടിൽ തന്നെയാണ്. ഉച്ചയോടുകൂടി ഈ പ്രദേശത്ത് വെള്ളം ഇറങ്ങുമെന്നാണ് കരുതുന്നത്. ഈ ഒരു അവസ്ഥയിൽ മഴ പെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ക്യാമ്പിൽ കഴിയുന്നവർ ഇരിക്കുന്നത്. കല്ലൂർ, പാടം വഴി കോരിക്കര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതേസമയം മേഖലയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞ്
ഗതാഗതം സ്തംഭിച്ച നിലയിലാണ്. ഈ തൃശൂർ ഭാഗത്തേക്ക് കടക്കുന്ന ഭാഗങ്ങൾ, അതായത് കല്ലൂർ പാടം വഴി പാഴായി ഊരകം റോഡ്, ഞെള്ളൂർ റോഡ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വെള്ളക്കെട്ടിലായ ആമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിന് നമ്മൾ ഇന്നലെ രാവിലെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിച്ച ഒരു പ്രധാന വാർത്തയായിരുന്നു ഈ ആമ്പലൂരിലെ വെള്ളക്കെട്ട്. ആ ഒരു ഭാഗത്ത് കമ്മ്യൂണിറ്റി ഹാളിന് മുൻപിലെ റോഡിൽ ഭാഗികമായി വാഹനങ്ങൾ ഇപ്പോൾ കടന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി പോകുന്നത്. ചെറിയ ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ ഒരു അപകട സാധ്യതയുണ്ട്. നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും ഈ വെള്ളക്കെട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ആ ഭാഗത്തൊക്കെ വലിയ ഈ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം ഒരു അപകടം ഉണ്ടായിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപകടത്തിന് സാധ്യതയുള്ളതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടേക്ക് നമ്മൾ കടന്നു പോകാതെ അത്തരം വഴിയിലൂടെ സഞ്ചരിക്കാതെ നമ്മൾ മാറി നിൽക്കണം. അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും ഇന്ന് ഒരു ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ പകലിനെ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ മഴ മാറി നിന്നാൽ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന, ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാം. ഒരിക്കൽ കൂടി പറയുന്നു, മണലിപ്പുഴ കര കവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ടാം ദിവസവും വെള്ളക്കെട്ട് തുടരുന്നു എന്ന ഒരു പ്രധാന വാർത്തയോടുകൂടി തന്നെ പുതുക്കണ്ണാസ് ഈ ഒരു വാർത്ത നേരെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുമായി പുതുക്കാട് ന്യൂസ് വീണ്ടും വരാം.